എൻ്റെ ജീവൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ. സങ്കീർത്തനം 42-ന്റെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്: യഹോവ പകൽ നേരത്ത് തൻ്റെ ദയ കൽപ്പിക്കും, രാത്രി സമയത്ത് ഞാൻ അവന് പാട്ട് പാടിക്കൊണ്ടിരിക്കും. എൻ്റെ ജീവൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ. നീ എന്നെ മറന്നതെന്ത്? ശത്രുവിൻ്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതുമെന്ത് എന്ന് ഞാൻ എൻ്റെ പാറയായ ദൈവത്തോട് പറയും. യഹോവ പകൽ സമയത്ത് ദയ കൽപ്പിക്കും എന്ന് പറയുമ്പോൾ ശാരീരികമായ അസ്വസ്ഥതകളോ വേദനകളോ, കാരണം ഈ രോഗബാധ നിറഞ്ഞിരിക്കുന്ന ഈ സമയത്ത്, ഈ അവസരത്തിൽ എല്ലാവരും അസ്വസ്ഥപ്പെട്ടുകൊണ്ടാണ് കഴിയുന്നത്. ഹല്ലേലൂയ. അനേകർ ആശുപത്രി അഭിപ്രാപിച്ച് കണ്ണുനീരോടുകൂടി ആയിരിക്കുന്നു. മരണം പ്രതീക്ഷിച്ചുകൊണ്ട് അനേകർ കാത്തു നിൽക്കുന്ന അവസരങ്ങളുണ്ട്. ആ സമയത്തൊക്കെയും ഹല്ലേലൂയ ആ ജീവന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ സമയം കഴിക്കുന്ന ഹല്ലേലൂയ അനേകരുണ്ട്. ഹല്ലേലൂയ അനേക പ്രിയപ്പെട്ടവരുണ്ട്. ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലവും ആ കർത്താവ് പകൽ സമയത്ത് ദയ കൽപ്പിക്കും, രാത്രി സമയത്ത് ഞാൻ അവന് പാട്ട് പാടിക്കൊണ്ടിരിക്കും. ഓളങ്ങളും തിരമാലകളും എല്ലാം തലയ്ക്ക് മീതെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ ഇനിയും ജീവിതത്തിൽ മുൻപോട്ട് ഒരിക്കലും ഇറങ്ങാൻ കഴിയത്തില്ല, ഒരിക്കലും വരാൻ പറ്റത്തില്ല എന്നുള്ള സാഹചര്യങ്ങൾ ഹല്ലേലൂയ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും ആ ദൈവം പറയുന്നത് എൻ്റെ ജീവന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ. ഹല്ലേലൂയ ആ സങ്കീർത്തനക്കാരൻ അങ്ങനെയാണ് പറഞ്ഞത്, എൻ്റെ ജീവന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന. ആ ജീവനുള്ള ദൈവത്തെ വിളിക്കുമ്പോൾ ജീവനുള്ള ദൈവം നമുക്ക് ഉത്തരം അരുളുന്ന ദൈവമാണ്. ഹല്ലേലൂയ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും ദൈവം അടുത്തിരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ കഴിഞ്ഞ ദിവസം പൗർവിഷൻ TV-യിൽ ഹല്ലേലൂയ ഇപ്രകാരം ഒരു സാക്ഷ്യം കേൾക്കുവാനിടയിൽ തീർന്നു. ഒരു ദേവദാസന്റെ വീട്ടിൽ എല്ലാവർക്കും കോവിഡ് വന്നു. എല്ലാവരും രോഗത്താൽ ബാധിതരായി ഭവനത്തിൽ കഴിയുക ഒന്നിച്ച്. അപ്പോൾ സഹായിക്കാനും ആരുമില്ല, പ്രയാസം അനുഭവിക്കുന്നു, ശ്വാസം മുട്ടൽ അനുഭവിക്കുന്നു. അപ്പോഴൊക്കെയും ഹല്ലേലൂയ ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ സമയങ്ങൾ കഴിച്ചു എന്നുള്ളൊരു സാക്ഷ്യം കേൾക്കുവാനിടയിൽ തീർന്നു. ആർക്കും ഒരു ദോഷവും സംഭവിച്ചില്ല, എല്ലാവരും സൗഖ്യമുള്ളവരായിരിക്കുന്നുണ്ട്. ഇപ്പോൾ ആ കുടുംബത്തിലുള്ള എല്ലാവരും സൗഖ്യമായിരിക്കുന്നു. ആ സൗഖ്യമായി വന്ന പാസ്റ്ററാണ് ആ സാക്ഷ്യം പറയുവാനിടയിൽ തീർന്നത്. അപ്പൊ നോക്ക്, നമ്മളെ എപ്പോൾ വിളിച്ചാലും കർത്താവ് ഉത്തരം അരുളുന്ന ഒരു ദൈവമാണ്. ജീവനുള്ള ദൈവം നമ്മുടെ കർത്താവ് പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണെന്നുള്ള ഒരു സാക്ഷ്യം കഴിഞ്ഞ ദിവസം കേൾക്കുവാനിടയിൽ തീർന്നു. നമ്മൾ നിരാശപ്പെട്ടു പോകരുത്, വേദനപ്പെട്ടു പോകരുത്, ഭാരപ്പെട്ടു പോകരുത്, പകച്ചു പോകരുത്. ഹല്ലേലൂയ കാരണം എൻ്റെ ദൈവം പൂർണ്ണമായി രക്ഷിക്കുന്ന ഒരു ദൈവമാണ്. ആ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ അതുകൊണ്ട് തക്ക സമയത്ത് കരുണ ലഭിപ്പാനും സഹായത്തിലുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസന അടുത്ത് വരിക എന്നാണ് ഹല്ലേലൂയ നമ്മൾ എബ്രായ ലേഖനത്തിൽ കാണുവാൻ തക്കോണം കഴിയുന്നത്. ധൈര്യത്തോടെ ഹല്ലേലൂയ നമുക്ക് ആ കൃപാസനത്തിനടുത്തേക്ക് ചെല്ലാൻ പറ്റും. ഹല്ലേലൂയ എങ്ങനെയാണ് നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റുന്നത്? ഹല്ലേലൂയ അവിടെ പറഞ്ഞിരിക്കുന്ന എപ്പോഴും ഹല്ലേലൂയ ആ കരുണ ലഭിക്കുവാൻ എപ്പോഴും നമ്മൾ ഹല്ലേലൂയ ധൈര്യത്തോടെ അങ്ങോട്ട് കടന്നു ചെല്ലുവാൻ നമുക്ക് ഹല്ലേലൂയ കഴിയും. എബ്രായ ലേഖനം 7:25 ഇപ്രകാരം കാണുന്നുണ്ട്. ഹല്ലേലൂയ അതിനകത്ത് കാണുന്നത്, തന്നോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ അവൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ഹല്ലേലൂയ പൂർണ്ണമായി രക്ഷിക്കുന്ന ഒരു ദൈവം, പൂർണ്ണമായി വിടുവിക്കുന്ന ഒരു ദൈവം, ഒരു അപൂർണത അവിടെ ഇല്ല എന്നാണ് ഹല്ലേലൂയ കാണുവാൻ തക്കോണം കഴിയുന്നത്. നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായ ഹല്ലേലൂയ അവനെ മുറുകെ പിടിക്കുമ്പോൾ കർത്താവ് ഹല്ലേലൂയ കൈവിടുന്ന ദൈവമല്ല. ഹല്ലേലൂയ ഇവിടെ തിരുവചനത്തിൽ കാണുന്നത് ഹല്ലേലൂയ ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാവികളോട് വേറിട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. ആ ഒരു മഹാപുരോഹിതനെയാണ് നമ്മൾ കണ്ടത്. ഹല്ലേലൂയ ആ ഒരു മഹാപുരോഹിതനാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ ഒരു മഹാപുരോഹിതനാണ് നമുക്ക് വേണ്ടി ഹല്ലേലൂയ ഒരിക്കലായി ഹല്ലേലൂയ മരണം ആസ്വദിച്ച ഒരു ദൈവം. ഹല്ലേലൂയ അതുകൊണ്ട് ഹല്ലേലൂയ അങ്ങനെയുള്ളവരെ വിടുവിപ്പാൻ അവൻ പ്രാപ്തനാണ്, അവൻ ശക്തനാണെന്നാണ്, പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാണെന്നാണ് തിരുവചനത്തിൽ കാണുന്നത്. ഹല്ലേലൂയ അങ്ങനെ നമ്മളെ സഹായിപ്പാൻ തക്കോണം ഇറങ്ങി വരുന്നൊരു കർത്താവ്, നമ്മളെ സഹായിക്കുവാൻ തക്കോണം കടന്നു വരുന്നൊരു ദൈവം. ഹല്ലേലൂയ ഇങ്ങനെ തിരുവചനത്തിൽ കാണുന്നുണ്ട്. എബ്രായ ലേഖനം 4:14 ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറിവ് പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപ ഒഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ
മാത്രമേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിലുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ ആ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ഏത് വിഷയമാണെന്നുള്ളതല്ല, ഏത് ഭാരമാണെന്നുള്ളതല്ല. ഒരുപക്ഷെ ശ്വാസം കിട്ടാതെ വലഞ്ഞിരിക്കുമ്പോഴായിരിക്കും, ഹല്ലേലൂയ, വേദന അനുഭവിക്കുമ്പോഴായിരിക്കും, ഹല്ലേലൂയ, ദുഃഖം അനുഭവിക്കുമ്പോഴായിരിക്കും, കണ്ണുനീര് അനുഭവിക്കുമ്പോഴായിരിക്കും, ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ ആ കൃപാസനത്തിന് അടുത്ത് ചെല്ലുമ്പോൾ ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ ഇറങ്ങി വന്ന് ഹല്ലേലൂയ നമ്മളെ വിടുവിക്കും. ഹല്ലേലൂയ ആ അന്ധകാര ശക്തികളെ, ഇരുട്ടിൻ്റെ അധികാരങ്ങളെ, ഹല്ലേലൂയ ആ വേദനയുടെ അനുഭവങ്ങളെ എല്ലാം വെട്ടിമാറ്റിക്കൊണ്ട് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ വലിയ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം. ഹല്ലേലൂയ ഒരു പാട്ടുകാരൻ ഇപ്രകാരമാണ് പറയുന്നത്, ഹല്ലേലൂയ ഐ നീഡ് ദി എവരി ആർ. ഹല്ലേലൂയ അപ്പോൾ ഏത് സമയത്തും ഹല്ലേലൂയ നീ എനിക്ക് വന്ന നിന്റെ കൃപ തരണം, നിന്റെ വാഗ്ദത്തം തരണം, ഹല്ലേലൂയ നിന്റെ സ്നേഹം തരണം, ഹല്ലേലൂയ നീ എന്നോട് കൂടി ഇരിക്കുന്നെങ്കിൽ എനിക്ക് എല്ലാത്തിനും ഹല്ലേലൂയ മതിയായതാണെന്നുള്ളൊരു പാട്ട് ഹല്ലേലൂയ ഇപ്രകാരമാണ് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. ഐ നീഡ് ദി എവരി ആർ മോസ്റ്റ് ഗ്രേസിയസ് ലോർഡ്, നോ ടെൻഡർ വോയിസ് ലൈക്ക് ദൈൻ ക്യാൻ ബി സഫോർഡ്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മൾ ഒരുപാട് വേദനകൾ സഹിച്ചാൽ മുൻപോട്ട് പോകുന്നത്. അപ്പോൾ കർത്താവേ ഹല്ലേലൂയ നീ എന്നോട് കൂടി എപ്പോഴും ഇരിക്കണമേ. ഹല്ലേലൂയ ഏത് സമയത്തും ഏത് മണിക്കൂറിലും ഹല്ലേലൂയ ഏത് നിമിഷവും നമ്മളോട് കൂടെ ഇരിക്കുന്ന ഒരു കർത്താവ് ഹല്ലേലൂയ ഉണ്ടെന്നുള്ള ഒരു ധൈര്യം നമുക്ക് ലഭിക്കാനിടയായി തരും. നമുക്ക് ആ പാട്ട് പ്രകാരം പാടാം. I need thee every hour, most precious Lord. No tender voice like thine can be support. I need thee, oh I need thee, every hour I need thee.
കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. എപ്പോഴും ആ ദൈവത്തിൻ്റെ ഹല്ലേലൂയ അടുത്ത് നമ്മൾ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ അവൻ്റെ ദയ കൽപ്പിക്കുന്ന നമുക്ക് കാണുവാൻ തക്കോണം, ആ സന്തോഷം അനുഭവിക്കുന്ന നമുക്ക് കാണുവാനും, ആ വിടുതൽ അനുഭവിക്കുന്ന നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. ഏതൊക്കെ വിഷയത്തിൻ്റെ മേലാണ് ഹല്ലേലൂയ നമ്മൾ കണ്ണുനീര് അനുഭവിക്കുന്നത്, സങ്കടം അനുഭവിക്കുന്നത്, ചിലപ്പോൾ തലമുറകളെ ഓർത്തായിരിക്കും ഹല്ലേലൂയ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ന് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം എല്ലാം ഹല്ലേലൂയ ഒരു പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന നാളുകളാണ്. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലൊന്നും പോകാൻ പറ്റത്തില്ല. വീടുകളിലിരുന്ന് ഹല്ലേലൂയ അല്പമായി അവർ കേൾക്കുകയും ഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എങ്കിൽ തന്നെയും ഹല്ലേലൂയ അവർ സംതൃപ്തരല്ല. എന്നിരുന്നാൽ തന്നെയും ഹല്ലേലൂയ അതിൻ്റെതായ വേദനകൾ ഒരു ഭാഗത്ത് ഹല്ലേലൂയ കുഞ്ഞുങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലൊക്കെ ലോകം പോയിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഏതിനും പരിഹാരം എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലുണ്ട്. ഹല്ലേലൂയ. അവൻ നമുക്ക് മതിയായവനാണ്. അവൻ നമ്മളെ വിട്ട് കടന്നു പോകുന്ന ദൈവമല്ല. അവൻ മാറാത്തൊരു ദൈവമാണ്. ഹല്ലേലൂയ. ദുഷ്ടന്റെ കയ്യിലകപ്പെടാതോണം നമ്മളെ കാത്തുകൊള്ളുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ആ മരണം നമ്മളെ വലിച്ചുകൊണ്ട് പോകാതോണം നമ്മളെ പരിപാലിക്കുന്ന ഒരു കർത്താവാണ്. ഹല്ലേലൂയ. വിശ്വസ്തനായ ഒരു ദൈവം. ഹല്ലേലൂയ. 2 തെസ്സലോനിക്ക ലേഖനം 3:3 ഇപ്രകാരമാണ് പറയുന്നത്, കർത്താവോ വിശ്വസ്തൻ, അവൻ ദുഷ്ടന്റെ കയ്യിലകപ്പെടാതോണം നിങ്ങളെ കാത്തുകൊള്ളും. ഹല്ലേലൂയ. ആ കാത്തുകൊള്ളുന്ന കർത്താവ് ഓരോ നിമിഷവും ഹല്ലേലൂയ അവൻ കാത്താണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളെ ഹല്ലേലൂയ കൊണ്ട് ഇന്നും ഹല്ലേലൂയ എൻ്റെ കർത്താവ് കാത്താണ് നമ്മളെ ഹല്ലേലൂയ പരിപാലിക്കുന്നത്. ആ ഇസ്രായേലിൻ്റെ പരിപാലകനും മയങ്ങത്തില്ല, ഉറങ്ങത്തില്ല. ഹല്ലേലൂയ. അവൻ മയങ്ങാതെ ഉറങ്ങാതെ നമ്മൾക്ക് വേണ്ടി ഹല്ലേലൂയ നിൽക്കുകയാണ്. എപ്പോഴും ആ സ്നേഹം പ്രാപിപ്പാൻ നമ്മൾ യോഗ്യരല്ലെങ്കിലും ഹല്ലേലൂയ ആ കർത്താവിൻ്റെ സ്നേഹം തന്നാ നമ്മളെ വഴി നടത്തുന്നത്. ഹല്ലേലൂയ. സ്നേഹത്തിലും കനിവിലുമാണ് അവൻ നമ്മളെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലോട്ട് അടുത്ത് വരുവാനും ദൈവം നമ്മളെ ഇടയാക്കി തീർക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുമ്പോൾ എബ്രായ ലേഖനം അതിൻ്റെ 8-ാം അധ്യായത്തിൽ അതിൻ്റെ 9-ാം വാക്യത്തിൽ, ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈപിടിച്ച് മിസ്രയീം ദേശത്തുനിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെ അല്ല. ഹല്ലേലൂയ. അവർ എൻ്റെ നിയമത്തിങ്കൽ നിലനിന്നില്ല, ഞാൻ അവരെ ആദരിച്ചതുമില്ല എന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായി അവർ എനിക്ക് ജനമായും ഇരിക്കും. ഹല്ലേലൂയ. ഇതിൽ അവരിൽ ആരും തൻ്റെ അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞേക്കുന്നത്, ഞാൻ അവർക്ക് ദൈവമായിരിക്കും, അവരെനിക്ക് ജനമായിരിക്കും. ഹല്ലേലൂയ. എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. പഴയ നിയമകാലത്ത് പറഞ്ഞു അവർ ഇതൊന്നും അനുസരിച്ചില്ല. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇപ്പോഴത്തെ ജനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ ശേഷം അത് കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഹല്ലേലൂയ. ഞാൻ അവർക്ക് ദൈവമായി, അവരെനിക്ക് ജനമായിട്ടും ഇരിക്കും. അപ്പൊ നോക്ക്, ദൈവവും ഹല്ലേലൂയ ജനവും ഒന്നിച്ച് നടക്കുന്ന ഒരു അനുഭവത്തിലാണ് ദൈവം നമ്മളെ ഹല്ലേലൂയ കൊണ്ട് നടക്കുന്നത്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സ്നേഹത്തിലും സംരക്ഷണയിലുമാണ് അവൻ നമ്മളെ കാത്തു പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അവ എപ്പോഴും നമ്മൾ ഹല്ലേലൂയ ദൈവത്തിനോട് കൂടെ നടക്കുവാൻ തക്കോണം. ഹല്ലേലൂയ. ആ സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ശേഷിക്കുന്നില്ലെന്നാണ് തിരുവചനത്തിൽ കാണുവാൻ തക്കോണം കഴിയുന്നത്. ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിമേ ഉള്ളൂ. അപ്പം നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരിക്കലും പിന്മാറിപ്പോകാനോ അകന്നു പോകാനോ പറ്റത്തില്ല. ഹല്ലേലൂയ. എപ്പോഴും ആ സ്നേഹത്തിൽ നിലനിന്നു കൊള്ളണമെന്നാണ് ഹല്ലേലൂയ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ തിരുവചനത്തിൽ കാണുന്നത് ഹല്ലേലൂയ നാളുകളെ സമീപിക്കുന്നത് കാണുന്തോറും അധികമധികമായി ചെയ്യുവാൻ തക്കോണം. ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ ഒരുക്കമുള്ളവരായിരിക്കണം. 10-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്, ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ആ പാട്ടുകാരൻ അങ്ങനെ പറയുന്നത്, കർത്താവേ ആ വാഗ്ദത്തം എല്ലാം എന്നിൽ നിറവേറണമേ. ഹല്ലേലൂയ. ആ വാഗ്ദത്തം എല്ലാം പ്രാപിപ്പാൻ സഹിഷ്ണുത നമുക്ക് ആവശ്യമുണ്ട്. ഇനി എത്ര അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിൽ അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്രയാകുന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമുക്ക് ആ വാഗ്ദത്തം നിവർത്തി പ്രാപിക്കുന്നവരെ ഹല്ലേലൂയ നാം നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയേ നമ്മളാകുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ജീവരക്ഷ പ്രാപിക്കാൻ ഹല്ലേലൂയ ആ കഴിയാതോണം ജനത്തെ വലയ്ക്കുന്ന ചില നിയമങ്ങളുണ്ട്. 2 തെസ്സലോനിക്ക ലേഖനം അതിൻ്റെ 1:10 ഇങ്ങനെ പറയുന്നത്, ഹല്ലേലൂയ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടെയും മഹത്വവും
വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവധി അനുഭവിക്കും. ആ കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ ഏതെങ്കിലും ആത്മാവിനാലോ വചനത്താലോ ചെന്ന് ചഞ്ചലചിത്തരും ഹല്ലേലൂയ പരിഭ്രാന്തരും ആകരുത്. ഹല്ലേലൂയ ആരും ഏതു വിധത്തിലും നിങ്ങളെ വഞ്ചിക്കരുത്. ആദ്യമേ ത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം നടിച്ചു. ദൈവം എന്ന പൂജാവിഷയമെന്നുള്ള സകലത്തിലും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയത്രേ അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ അവനെ നശിപ്പിക്കും. അപ്പോൾ സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടത് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാർ വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. 2 തെസ്സലോനിക്കർ 2:11 ഇങ്ങനെയാണ് പറയുന്നത്. ഹല്ലേലൂയ നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലേ. എബ്രായ ലേഖനം 12:29. ഹല്ലേലൂയ കർത്താവ് വിശ്വസ്തനാണ്, ദുഷ്ടന്റെ കയ്യിലാകപ്പെടാതോണം നമ്മളെ ഓരോരുത്തരെയും കാത്തു പരിപാലിക്കുന്ന ദൈവം. അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത് നിങ്ങൾ പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളണം. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. ആ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ദൈവം വിശ്വസ്തനാ. ചിലർ ചെയ്യുന്ന പോലെ നമ്മുടെ സഭായങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തിക്കും ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചു കൊടുക്കണം. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി യാതൊരു യാഗവും ശേഷിക്കുന്നില്ല. ഹല്ലേലൂയ. പിന്നെയോ ന്യായവിധിയുടെ ഭയങ്കരമായ പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിയുമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പൊ നോക്ക്, ഇതൊക്കെ കേട്ടാലും ഹല്ലേലൂയ ദൈവത്തോട് അടുത്തിരിപ്പാനുള്ള ഒരു അനുഗ്രഹം, ഒരു ആവശ്യകത ജനത്തിനിടയിലേക്ക് ഇതുവരെയും കടന്നു വന്നിട്ടില്ല. ഹല്ലേലൂയ. ഏത് വേദനയിൽ കൂടെ പോകുന്നത് ആ വേദനകൾ സഹിച്ച് ജീവിക്കുക. പക്ഷെ അങ്ങനെയല്ല. ഹല്ലേലൂയ നമ്മൾ അവന്റെ മുമ്പിൽ അടുത്ത് ചെല്ലുക. ഹല്ലേലൂയ. ഇവിടെ 1 അധ്യായം 1 തെസ്സലോനിക്ക ലേഖനം 1 അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡ അനുഭവിക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം ചെയ്യുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലയോ? ആ നാളിൽ അവൻ തൻ്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിന് തങ്ങളുടെ സാക്ഷ്യം നിങ്ങൾക്ക് വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയ വിഷയമാകേണ്ടതിന് വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും ഇട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവധി അനുഭവിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്ന കർത്താവായ യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്ക്, നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്ക് പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിച്ചവർക്ക് പീഡ. ഹല്ലേലൂയ. ആ പീഡ അനുഭവിച്ചവർക്ക് ഹല്ലേലൂയ ആശ്വാസം നൽകുന്ന ദൈവത്തിന്റെ നീതിയല്ലയോ? അപ്പോൾ ഒരുപാട് വേദന സഹിച്ചുകൊണ്ട് നിൽക്കുന്ന ദൈവജനമുണ്ട്. ഹല്ലേലൂയ. ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെയൊക്കെ വഴി നടത്തുവാൻ എൻ്റെ ദൈവം ശക്തനായൊരു ദൈവമാണ്. ഹല്ലേലൂയ. എത്ര സന്തോഷമാണ്, എത്ര ആനന്ദമാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ നമുക്കുണ്ടാകുന്നതെന്ന് തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു പാട്ടുകാരൻ ഇപ്രകാരമാണ് പറയുന്നത്, എത്ര സന്തോഷമാണ്, എത്ര ആനന്ദമാണ് അപ്പോൾ ഹല്ലേലൂയ ജീവിതമെന്ന്. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു എന്നേക്കുള്ളൊരു വീണ്ടെടുക്ക് സാധിപ്പിച്ചു തന്നൊരു ദൈവമാണ്. ഹല്ലേലൂയ. വാസ്തവമായതിൻ്റെ പ്രതിബിംബമായ കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്ക് അല്ലല്ലോ ഇപ്പോൾ നമ്മൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകുവാൻ സ്വർഗത്തിലത്രേ പ്രവേശിച്ചത്. കർത്താവ് നമുക്ക് വേണ്ടി ഹല്ലേലൂയ പ്രത്യക്ഷനാകുവാൻ ഹല്ലേലൂയ നിൽക്കുന്ന സ്വർഗത്തിൽ നിൽക്കുമ്പോൾ ഹല്ലേലൂയ അവൻ കടന്നു വന്ന് ഹല്ലേലൂയ തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാനായിട്ട് ഹല്ലേലൂയ മധ്യാകാശത്തിലേക്ക് കടന്നു വരുന്ന ഹല്ലേലൂയ ദൈവം. ഹല്ലേലൂയ. ദൈവത്തെ നമ്മൾ എങ്ങനെ ആരാധിക്കണം, എന്ത് സന്തോഷമാണ് നമ്മുടെ ജീവിതമെന്നും എത്ര ആനന്ദമാണ് ഹല്ലേലൂയ നമുക്കുള്ളതെന്നും. ഇങ്ങനെയുള്ളൊരു മഹാപുരോഹിതനല്ലയോ നമുക്കുള്ളത്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേറിട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ ഒരുപക്ഷെ നമ്മൾ വേദനയിൽ കൂടി ആയിരിക്കാം കടക്കുന്നത്. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ കൂടി ആകാൻ പോകുന്നത്. ഹല്ലേലൂയ. ഒരു വരുമാനമില്ലാതെ, ജോലിയില്ലാതെ ഹല്ലേലൂയ വേദനിക്കുന്ന അനേക പ്രിയപ്പെട്ടിരുന്ന നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന് സ്തോത്രം. ആരെയും മറന്നുകളയാത്ത കർത്താവ്, നല്ല പുരോഹിതൻ. ഹല്ലേലൂയ. നമ്മുടെ ബലഹീനതകളെ സഹതാപം കാണിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഇപ്പോൾ ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ അടുത്ത് ഹല്ലേലൂയ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് എന്തോ സന്തോഷമാണെന്ന് ഹല്ലേലൂയ പാട്ടുകാരൻ പറയുന്നുണ്ട്. നമുക്ക് ആ പാട്ട് ഹല്ലേലൂയ പാടി ദൈവസന്നിധിയിൽ ആനന്ദിക്കാം. ഹല്ലേലൂയ. എന്തോ സന്തോഷം, എന്തോരാനന്ദം, എൻ്റെ പ്രിയൻ കൂടെ വാഴുമ്പോൾ
എൻ്റെ കർത്താവിൻ്റെ കൂടെ വാഴുമ്പോൾ എന്ത് സന്തോഷമാണ്, എന്ത് ആനന്ദമാണ്. ഹല്ലേലൂയ. ദൈവമക്കൾക്ക് പ്രാപിക്കാനുള്ളത്. ഹല്ലേലൂയ. ആ ദൈവമക്കൾ അനുഭവിക്കുന്ന സന്തോഷത്തിന് അതിരില്ലാത്ത അനുഭവത്തിൽ ഹല്ലേലൂയ ദൈവം തൻ്റെ കുഞ്ഞുങ്ങളെ വഴി നടത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആ ശുദ്ധജല പളുങ്ക് നദിയിൽ നിന്ന് കുടിച്ചുകൊണ്ട് ഹല്ലേലൂയ ദിനംതോറും ആയിരിക്കാൻ തൊക്കണം. ഹല്ലേലൂയ. ആ ജീവജല നദിയിൽ നിന്ന് ധാരാളം കുടിക്കുവാൻ തൊക്കണം. ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ കർത്താവേ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം നിന്റെ സന്നിധിയിൽ കർത്താവെ കടന്നു വരുന്ന അടിയങ്ങളെ ഹല്ലേലൂയ സഹായിക്കുകയും വിട്ടുവയ്ക്കുകയും ചെയ്യുന്ന ദൈവം. ഹല്ലേലൂയ. ദുഃഖത്തിലും കണ്ണുനീരിലും ആയിരിക്കുന്നവർക്ക് ആശ്വാസം നൽകുന്ന ദൈവം. ഹല്ലേലൂയ. ആ ജീവന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ അടുത്ത് വന്ന് കേൾക്കുന്ന ദൈവം. ഹല്ലേലൂയ. രാത്രി സമയത്ത് ദയ കൽപ്പിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അപ്പാ ഹല്ലേലൂയ. പകൽ സമയത്ത് ദയ കൽപ്പിക്കുന്ന ദൈവം. രാത്രി സമയത്ത് ഞാൻ അവന് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു പറയുവാൻ കർത്താവെ നീ സഹായിക്കുമാറാകണമേ. ഹല്ലേലൂയ. ലോകം ഒരു വേദനയിലേക്കും കണ്ണുനീരിലേക്കും സങ്കടത്തിലേക്കും കടന്നു നീങ്ങുമ്പോൾ കർത്താവെ അതിന്റെ നടുവിലും ഹല്ലേലൂയ ദൈവജനത്തിന് സന്തോഷിപ്പാൻ വകയുണ്ട്. ഹല്ലേലൂയ. എൻ്റെ പ്രിയൻ വാനിൽ വരാറായി. ഹല്ലേലൂയ. എൻ്റെ പ്രിയന്റെ ശബ്ദം കേൾക്കാറായി. ഹല്ലേലൂയ. അവനോടുകൂടി നിത്യം വാഴുവാൻ, അവിടെ ശാപമില്ലാത്തിടത്ത്, ഹല്ലേലൂയ, രോഗമില്ലാത്തിടത്ത്, വേദനയില്ലാത്തിടത്ത് കർത്താവിനോടുകൂടെ വാഴുവാൻ തൊക്കെയാണ്. ഹല്ലേലൂയ. ദൈവജനത്തെ കർത്താവ് വഴി നടത്താൻ പോകുന്ന ആ സന്തോഷം ഹല്ലേലൂയ ഓർത്ത് ഇന്ന് പകൽക്കാലം നമുക്ക് സന്തോഷിക്കുവാൻ വകയുണ്ട്. ദൈവത്തിന് സ്തോത്രം. വേദന അനുഭവിക്കുന്നവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് അപേക്ഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നവരുടെ ബിസിനസ്സിനെ അനുഗ്രഹിക്കുമാറാകണമേ. അപ്പാ എല്ലാത്തിലും വിടുതൽ നീ കൽപ്പിച്ചാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നിന്റെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനേകരെ ഹല്ലേലൂയ ജോലി ചെയ്യുമ്പോൾ അവർക്കുള്ള എല്ലാ കാര്യങ്ങളും നൽകി കൊടുക്കുക. അതൊക്കെ ഹല്ലേലൂയ ദൈവമേ നീ അവരെ പ്രാപ്തരാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സങ്കടങ്ങളും മാറിപ്പോട്ടെ, എല്ലാ വേദനകളും വിട്ടുമാറട്ടെ കർത്താവെ. ഹല്ലേലൂയ. പാറകളെ കീറി കടന്നു വരുന്ന ദൈവത്തിന്റെ ശക്തി കർത്താവെ വ്യാപരിപ്പാൻ കർത്താവെ. ഹല്ലേലൂയ. എല്ലാ അന്ധകാര ശക്തികളെയും വെട്ടിമാറ്റുന്ന ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പാപത്താലും രോഗത്താലും വേദനയാലും കണ്ണുനീരിനാലും സങ്കടത്തിനാലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേല് ആ സ്വർഗത്തിലെ ദൈവത്തിന്റെ ശക്തി ഇറങ്ങുവാതൊക്കെയാണ്. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം അവിടെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരോടുകൂടി ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഹല്ലേലൂയ നിന്റെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. സ്തോത്ര. ഹല്ലേലൂയ. വേർപാട് നിമിത്തം ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ സഹോദരിമാർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. എത്രയോ പേര് വേദനയോടുകൂടി ആയിരിക്കുന്നു. അവരെല്ലാം ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. എല്ലാവരുടെയും വേദന കർത്താവേ നീ എടുത്തു മാറ്റുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദേശത്തിനൊരു സൗഖ്യം ഹല്ലേലൂയ അപ്പാ നൽകി തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറവുള്ളവർക്ക് അനുഗ്രഹിക്കും ദൈവമേ. അടിയങ്ങൾ നിന്റെ കരങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് വിടുവിക്കണം യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ഇന്ന് പകൽക്കാലം ഞാൻ പറഞ്ഞ ദൈവത്തിൻ്റെ തിരുവചനം ഹല്ലേലൂയ നിങ്ങൾക്ക് അനുഗ്രഹമായി എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.